സോ ഹലോ എവരിവൺ, എല്ലാവർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 8ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഓണപരീക്ഷയ്ക്കായുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. വീഡിയോ മുഴുവനായും തന്നെ കാണാൻ ശ്രദ്ധിക്കുക. കൂടാതെ എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെ അപ്ഡേറ്റുകളും നോട്ടുകളും മറ്റും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയുടെ ഒപ്പം തന്നെ നിങ്ങൾ ആൻസറും പറഞ്ഞു പോകാൻ ശ്രദ്ധിക്കുക. ഇവിടെ ചില ഡിസ്കോഴ്സസിൻ്റെ ആൻസറും നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതി വെച്ചോ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഉറപ്പായും വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇവിടെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ പാരഗ്രാഫ് വായിക്കാൻ നിന്നാൽ വീഡിയോയുടെ ലെങ്ത് ഇനിയും കൂടുകയുള്ളൂ. അതിനാൽ തന്നെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒന്ന് പാരഗ്രാഫ് വായിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് വാസ് ദ ഡിഫിക്കൽട്ടി ഫേസ്ഡ് ബൈ കലാംസ് ഫാമിലി ഡ്യൂ ടു ദ പോളിസി ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പോളിസികളെ കൊണ്ട് കലാമിൻ്റെ ഫാമിലി എന്തൊക്കെ ഡിഫിക്കൽട്ടികളാണ് നേരിട്ടത്? ഉത്തരം ഡ്യൂ ടു ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് പോളിസി ഓഫ് സാങ്ഷൻ ആൻഡ് റേഷൻസ് ഓൺ ഗുഡ്, കലാംസ് ഫാമിലി ഫേസ്ഡ് അക്യൂട്ട് ഡിഫിക്കൽട്ടീസ് ഇൻ procuring essential item like food, clothes and necessities for the babies of the household. അടുത്ത ചോദ്യം സംസുദ്ദീൻ came up with a proposal because. ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ വാർ കണ്ടിന്യൂഡ് ടു അഫക്ട് കലാംസ് ഫാമിലി. അടുത്ത ചോദ്യം കലാം വാസ് ഓഫേർഡ് an enjoyable job by Samsudeen. What was that? Answer: Kalam's enjoyable job offered by Samsudeen was collecting bundle of papers thrown from the moving train at Rameshwaram station and then distributing them around town. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി വീണ്ടും 1 മാർക്കിൻ്റെ 3 ചോദ്യങ്ങളാണ് നമുക്ക് ഉത്തരം എഴുതേണ്ടതായിട്ടുള്ളത്. ഈ അടുത്തത് ഒരു കവിതയിൽ നിന്നുമുള്ള ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന പാഠഭാഗത്തിലെ കുറച്ച് വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ വരികളും നിങ്ങൾക്ക് പരിചിതമായിരിക്കുമെന്ന് കരുതുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്ത് വരികളൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. വേർ ഡസ് ഹോപ്പ് perch according to the poem? ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇൻ ദി സോൾ എന്നതാണ്. അഞ്ചാമത്തെ ചോദ്യം വൈ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ഹോപ്പ് ആസ് സംതിങ് ദാറ്റ് നെവർ സ്റ്റോപ്പ് അറ്റ് ഓൾ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഉറപ്പായും പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. ശരിയായ ഉത്തരം ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ഹോപ്സ് ആസ് സംതിങ് ദാറ്റ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ to emphasize its enduring and persistent nature, providing comfort and strength even in the face of adversity. അടുത്ത ചോദ്യം വാട്ട് ഡസ് ദ സ്റ്റോം ഇൻ ദ പോയം സിംബലൈസ്? 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ദ സീസൺസ്, ലൗഡ് നോയ്സ്, ഡിഫിക്കൽട്ട് ചലഞ്ചസ് ഇൻ ലൈഫ്, ആക്ച്വൽ വെതർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഡിഫിക്കൽട്ട് ചേഞ്ചസ് ഇൻ ലൈഫ് എന്നതാണ്. അടുത്ത ചോദ്യം 7 ഏജസ് ഓഫ് മാൻ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം നോക്കാം. റീഡ് ദ ലൈൻസ് ഫ്രം ദി 7 ഏജസ് ഓഫ് മാൻ ആൻഡ് പ്രിപ്പയർ എ പാരഗ്രാഫ് യൂസിങ് ദി ഹിൻസ് ഗിവൺ ബിലോ. ഇവിടെ പാഠഭാഗത്തിലെ കുറച്ച് ലൈൻ നൽകിയിട്ടുണ്ട്. പാരഗ്രാഫ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഹിൻസ് കൂടി നൽകിയിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. നമുക്കിതിൽ നിന്നും എഴുതാൻ സാധിക്കുന്ന പാരഗ്രാഫിൽ നോക്കാം. വില്യം ഷേക്സ്പിയേഴ്സ് ദ 7 ഏജസ് ഓഫ് മാൻ ആസ് യു ലൈക്ക് ഇറ്റ്
presents humanity journey from infancy to old age and death as play on a stage. Each of these 7 ages is characterized by specific actions, physical attributes, and literary devices. For instance, the infant is depicted as mewling and pucking, while the schoolboy is shown creeping like snail unwillingly to school, highlighting the distinct stages of human life and their associated behaviors and characteristics. ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഇതിനുള്ള ഒരു പാരഗ്രാഫായി എഴുതേണ്ടത്. അടുത്ത ചോദ്യം, പുറത്തുനിന്നും നൽകുന്ന ഒരു പാരഗ്രാഫിൽ നിന്നും ഉള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതായത് 1 മാർക്കിൻ്റെ 3 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഈ പാരഗ്രാഫും നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വായിക്കുക. 8ാമത്തെ ചോദ്യം നോക്കാം. പിക്ക് ഔട്ട് ഫ്രം ദി passage one of the consequence of taking harmful drugs during young age. ഉത്തരം, one consequence of taking harmful drugs during young age is that it is damage the brain, affect memory and make it difficult for children to concentrate to learn in school. അടുത്ത 9ാമത്തെ ചോദ്യം നോക്കാം. Remedy for a person who feels stressed or pressured. If someone feels stressed or pressured, it's important to talk to trusted adults such as parents, teachers or counselors. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. Read the statements given below and pick out the right options based on the passage. ഇവിടെ 4 പാസേജ് നൽകിയിട്ടുണ്ട്. 4 ലൈൻസ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ഈ പാസേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകൾ എഴുതാനാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എയും അതോടൊപ്പം തന്നെ സിയുമാണ്. അവോയ്ഡിങ് ഡ്രഗ്സ് ഹെൽപ്പ് ചിൽഡ്രൻ ലൈവ് ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ ലൈഫ്സ്. അടുത്തത്, ചിൽഡ്രൻ മേ സ്റ്റാർട്ട് യൂസിങ് ഡ്രഗ്സ് ബിക്കോസ് ഓഫ് പിയർ പ്രഷർ, ക്യൂരിയോസിറ്റി ഓർ പ്രോബ്ലംസ് അറ്റ് ഹോം. അടുത്ത ചോദ്യം, ഇനി നമ്മൾ ഡിസ്കോഴ്സസിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്ത ചോദ്യം 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. Mani in the story, a long walk with Granny, was deeply excited about his visit to Mussoorie with his grandmother. Imagine that after reaching home, he shares the encounter with the eye specialist to his father. Prepare a possible conversation between them. ഇവിടെ ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മണിയും അതോടൊപ്പം തന്നെ അവൻ്റെ ഫാദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ എഴുതേണ്ടതായിട്ടുള്ളത്. നമുക്ക് ഒരു ചെറിയ ഉദാഹരണമായിട്ടുള്ള ഉത്തരം നോക്കാം. ആദ്യമായി തന്നെ ഫാദർ. സോ മണി, ഹൗ വാസ് യുവർ വിസിറ്റ് ടു മസൂരി വിത്ത് ഗ്രാനി? ഡിഡ് യു എൻജോയ് ദ സൈറ്റ്സ്? അപ്പോൾ മണി പറയുകയാണ്, ഓ ഫാദർ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ. But the most exciting part was when Granny went to the eye specialist. Father, really? What happened there? അപ്പോൾ മണി പറയുകയാണ്, well, the doctor was very kind. He checked Granny's eyes carefully and told her she needed new glasses. And guess what? He even showed us how the new lenses would help her see clearly. അപ്പോൾ ഫാദർ ചോദിക്കുകയാണ്, that's fantastic news. So Granny can see well now? Mani, yes. She was so happy when she put on the new glasses. She could see everything so much better. Even the tiny details on the mountains. It was like magic. അപ്പോൾ ഫാദർ പറയുകയാണ്, ഐ ആം സോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് സൺ. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ എ ട്രൂലി സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഫോർ ബോത്ത് ഓഫ് യു. ഇങ്ങനെയാണ് മണിയും അതോടൊപ്പം തന്നെ അവൻ്റെ ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ തയ്യാറാക്കേണ്ടത്. അടുത്ത ചോദ്യം, എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ചോദ്യം നോക്കാം.
The story, A Long Walk with Granny, ends with the granny getting a pair of new glasses after consulting an eye specialist and regains her eyesight. Prepare an alternative ending to the story. അപ്പോൾ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗം അവസാനിക്കുന്നത് ഗ്രാനിക്ക് പുതിയ ഗ്ലാസ് ലഭിക്കുകയും അതോടുകൂടി അവരുടെ കാഴ്ച നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും സാധിക്കുന്നു എന്നതാണ്. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവായിട്ടുള്ള എൻഡിങ്, അതായത് മറ്റൊരു അവസാനം എങ്ങനെയായിരിക്കുമെന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഉത്തരം നോക്കാം. The story, A Long Walk with Granny, could end with Granny regaining her eyesight through a different means, perhaps through a more holistic or traditional approach. Instead of new glasses, the eye specialist might suggest a series of eye exercises and a special diet focused on improving vision naturally. Granny, being open to new ideas, diligently follows the regimen. Slowly but surely, her eyesight begins to improve, not just in clarity, but also in her ability to perceive colors and depth more vividly than before. The story could conclude with Granny and Money taking another long walk, but this time Granny is actively pointing out details in nature that she can now see clearly, marveling at the beauty she had almost forgotten, and expressing her joy and gratitude for the renewed sense of sight. ഇങ്ങനെയാണ് അതിനൊരു ആൾട്ടർനേറ്റീവ് എൻഡിങ് നമുക്ക് നൽകാൻ സാധിക്കുക. അതായത് ഗ്രാനി അത് എക്സസൈസിലൂടെയും അതോടൊപ്പം തന്നെ നല്ല ഡയറ്റിലൂടെയും തൻ്റെ കണ്ണ് നാച്ചുറലി ക്യൂറാക്കുകയാണ്, അതായത് ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും അതുപോലുള്ള ഒരു യാത്ര നടത്തുകയുമാണ് എന്നാണ് ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു എൻഡിങ്ങായി നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യമാണ്. The narrator in this story, a prescription for life, finally realized that he didn't have any serious ailments. Imagine that he jots down his thoughts and feelings with a sense of relief after reaching home. Draft the diary possible. അതായത് ഡയറി തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള ഉത്തരം നോക്കാം. What a day it has been. I still can't believe it. All this worry and this anxiety about my health, and it turns out there was absolutely nothing seriously wrong. The doctor's words were like a weight lifted off my shoulders. I felt that tension drain from my body the moment he confirmed it. I had convinced myself of the worst, imagining all sorts of dreadful ailments. It's funny how easily our minds can play tricks on us, conjuring up fears where none exist. This whole experience has been a wake-up call. I need to stop overthinking and appreciate the good health I have. Tonight, I am going to sleep soundly, finally free from itself imposed burden. What a relief. ഇങ്ങനെയാണ് ഡയറി തയ്യാറാക്കേണ്ടതായിട്ടുള്ളത്. ഡയറി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡേറ്റും അതോടൊപ്പം തന്നെ ദിവസവും വലതുഭാഗത്ത് മുകളിലായി എഴുതാൻ ശ്രദ്ധിക്കുക. അതുകൂടി നിങ്ങൾ എഴുതുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം. The residents of Rameshwaram village had a difficult time when the railway decided to do away with the stop at Rameshwaram station. Kalam takes the initiative to send an email to the divisional manager requesting them to
reinstate the stop at Rameswaram. Draft the email. അപ്പോൾ കലാം ഡിവിഷണൽ മാനേജറോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു ഇമെയിലാണ് തയ്യാറാക്കേണ്ടതായിട്ടുള്ളത്. ഇമെയിൽ തയ്യാറാക്കുമ്പോൾ പ്രധാനപ്പെട്ടതായി ഒരു കാര്യം, സബ്ജക്റ്റ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം എഴുതാൻ ശ്രദ്ധിക്കുക. ആദ്യമായി തന്നെ മെയിൽ അഡ്രസ്സ് കൂടി എഴുതാൻ കൂടി ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് എന്നത് അർജൻറ്റ് റിക്വസ്റ്റ് ഫോർ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ട്രെയിൻ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. അതിനുശേഷം റെസ്പെക്റ്റഡ് സാർ അല്ലെങ്കിൽ മാഡം, ഐ എം റൈറ്റിംഗ് ടു യു ഓൺ ബിഹാഫ് ഓഫ് ദ resident of Rameshwaram village to express our grave concern regarding the recent decision to discontinue the train stop at Rameshwaram station. This decision has caused immense hardship and inconvenience to the entire community. The Rameshwaram station served as a vital link for our villagers, particularly for students, daily wage earners, and those requiring access to medical facilities in nearby towns. Its removal has disrupted daily life, increased travel time and cost, and severely impacted the livelihood of many. We humbly request your kind intervention and urge you to reconsider this decision. Reinstating the train stop at Rameshwaram station would greatly alleviate the difficulties faced by the residents and restore an essential service to our community. We are confident that with your support, a positive resolution can be achieved. Thank you for your time and consideration. Sincerely, Kalam. On behalf of the resident of രാമേശ്വരം വില്ലേജ് എന്നിങ്ങനെയാണ് ഒരു ഇമെയിൽ തയ്യാറാക്കേണ്ടതായിട്ടുള്ളത്. ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഉറപ്പായും പഠിച്ചു വെക്കാനായി ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യമാണ്. The granny in the story A Long Walk with Granny is embodiment of love, affection and care. Prepare a character sketch of the grandmother. ഇത് ഉറപ്പായും പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം നിങ്ങളുടെ സിലബസ് മാറിയതിനു ശേഷമുള്ള ആദ്യത്തെ ഓണപരീക്ഷയാണ്. അതിനാൽ തന്നെയും ഗ്രാനിയുടെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയെന്ന് പറയാൻ കഴിയുന്ന ചോദ്യം തന്നെയാണ്. ഇത് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ആൻസർ നോക്കാം. ദ ഗ്രാൻഡ് മദർ ഇൻ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി ഈസ് പോർട്രേഡ് ആസ് എ ലവിങ്, അഫെക്ഷനേറ്റ് ആൻഡ് കെയറിംഗ് ഫിഗർ ഹു എംബോഡീസ് ദ വാംത്ത് ഓഫ് familial bonds. She is likely a source of comfort and wisdom for the protagonist, offering guidance and support throughout their journey. Her character highlights the importance of intergenerational relationship and the simple joys found in everyday moments shared with loved ones. She represents the nurturing aspect of a family, providing a sense of security and belongings. ഇങ്ങനെയാണ് നമുക്ക് ഗ്രാനിയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം. റീഡ് ദ പിക്ചർ ഗിവൺ ബിലോ. പ്രിപ്പയർ എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ പിക്ചർ ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ ലെസൺ ലിറ്റിൽ തിങ്സ് മാറ്റർ. ഈ ചിത്രം നോക്കി ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ് ചോദ്യം. നമുക്ക് ഉത്തരം നോക്കാം. ദ പിക്ചർ depicts a young boy distributing newspaper on to an elderly man, highlighting the theme of little things matter. This seemingly small act of delivering news, a routine task for the boy, provides a valuable service to the community and connects individuals. The interaction between the boy and elderly man, even a brief exchange, can bring a sense of connection and purpose. This sense illustrates how seemingly
insignificant actions like the daily newspaper delivery contribute to the fabric of society and hold importance in the lives of individuals, emphasizing that even the smallest gestures can have a meaningful impact. അടുത്ത ചോദ്യം പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് ജെറോം കെ ജെറോം ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ ബിലോ. ഇവിടെ ജെറോം കെ ജെറോം എന്ന വ്യക്തിയുടെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ കുറച്ച് ഹിൻസ് നൽകിയിട്ടുണ്ട്. നെയിം, അതോടൊപ്പം നോൺ ആസ്, ബർത്ത്, ഒക്യുപ്പേഷൻ, അൽമ മാറ്റർ, മേജർ വർക്ക്സ്, ഡെത്ത് എന്നിങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. ഇതൊക്കെ ചേർത്തുകൊണ്ട് നമുക്കൊരു പ്രൊഫൈൽ എഴുതാൻ സാധിക്കും. ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്, 4 മാർക്കിന് ചോദ്യമാണ് പ്രൊഫൈൽ തയ്യാറാക്കുക എന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ജെറോം ക്ലാപ്ക ജെറോം വാസ് എ റിനോഡ് ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് ഹ്യൂമറിസ്റ്റ് born on May 2nd, 1859 in Walsall, England. He pursued his education at St. Marylebone Grammar School. His diverse occupations included being an author, playwright, and an editor. Jerome K. Jerome is best known for his major works, which include the humorous classic Three Men in a Boat, Paul Culver, and The Passing of the Third Floor. He passed away on June 14, 1927 in Northumberland, ഇംഗ്ലണ്ട്. എന്നിങ്ങനെയാണ് നമുക്കൊരു പ്രൊഫൈൽ തയ്യാറാക്കാൻ സാധിക്കുക. നിങ്ങളുടെ പരീക്ഷയിൽ ഉറപ്പായും ഒരു പ്രൊഫൈൽ ചോദിച്ചിരിക്കും. അത് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക. അടുത്തതായി റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇവിടെ ഒരു 5 ഓളം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദ ഹെഡ്ലൈൻ ദാറ്റ് മേക്സ് എവരി ഇന്ത്യൻ മോൺ ഈസ്. ആൻസർ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ് കിൽസ് 294 എന്നതാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം ഹു ഈസ് അവാർഡഡ് ഫോർ ബീയിങ് സോഷ്യലി കമ്മിറ്റഡ്. ആൻസർ വലിവേദി ശുഭാവതി, ഹോണേഡ് വിത്ത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഫോർ 39 years ഓഫ് പബ്ലിക് ഹെൽത്ത് സർവീസ്. അടുത്ത ചോദ്യം ഹൗ ആർ ദ ട്രൈബൽ പീപ്പിൾ ഓഫ് പാർവതിപുരം ഏബിൾ ടു ബ്രിങ് എ ന്യൂ ഡോൺ ടു ദെയർ ലൈഫ്. ആൻസർ ത്രൂ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ട്രാൻസ്ഫോംസ് ട്രൈബൽ ലീവ്സ് ഇൻ പാർവതിപുരം ഡിസ്ട്രിക്റ്റ് എന്നിങ്ങനെയാണ് ആൻസർ എഴുതാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസസ് ഗിവൺ ബ്രാക്കറ്റ്. നിങ്ങളുടെ പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഫ്രേസൽ വെർബ് എന്ന ചോദ്യം. നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. കലാം ഡാഷ് ടു ടേക്ക് അപ്പ് ദ ജോബ് ഓഫ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് എന്നതാണ്. അടുത്ത ചോദ്യം ഹി ഡാഷ് ദിസ് ടു ഹിസ് മദർ. ആൻസർ പുട്ട് അക്രോസ്. അടുത്ത ചോദ്യം ഹിസ് മദർ അഗ്രീഡ് ടു ഇറ്റ് ആൻഡ് റിമൈൻഡ് ഹിം ദാറ്റ് ഹിസ് സ്റ്റഡീസ് ഷുഡ് ഡാഷ് വിത്തൗട്ട് ബീയിങ് അഫക്റ്റഡ്. ആൻസർ ഗോ ഓൺ എന്നതാണ്. ഫ്രേസൽ വെർബ് എല്ലാം തന്നെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് അത് പഠിച്ചു പോകുന്നതിലൂടെ 3 മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ചോദ്യം എഡിറ്റ് ദ പാസേജ് എറർ ആർ ഗിവൺ ഇൻ ബോൾഡ്. ഈ പാസേജ് എഡിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ബോൾഡ് ചെയ്തിരിക്കുന്ന ഇതിലാണ് തെറ്റുണ്ടാകുന്നത്. നമുക്ക് പാരഗ്രാഫ് വായിക്കാം. ദ ഡോക്ടർ എക്സാമിൻഡ് മീ ആൻഡ് ക്ലച്ച് മൈ റിസ്റ്റ് ടു ചെക്ക് മൈ പൾസ് ആൻഡ് ദെൻ ഹി ഹിറ്റ് മീ ഓവർ ദ ചെസ്റ്റ് when I amn't expecting it, and immediately afterwards butted me on the side of my head. After that, he sat down and wrote but prescription and folded it up and gave it to me, and I put it in mine.
പോക്കറ്റ് ആൻഡ് വെൻറ്റ് ഔട്ട്. ഇവിടെ 4 വാക്കുകളാണ് ബോൾഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് നോക്കാം. ഇവിടെ ക്ലച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, എന്നാൽ ശരിയായത് ക്ലച്ച്ഡ് എന്നാണ്. ക്ലച്ച്ഡ്. അടുത്തത് ഐ ആമിൻഡ് എന്നതാണ് ഇവിടെ ബോൾഡ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം ഐ വാസിൻഡ് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതുപോലെ പ്രിസ്ക്രിപ്ഷൻ എന്നതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആണ്. ശരിയായ സ്പെല്ലിംഗ് PRESCRIPTION. ഇവിടെ നൽകിയിട്ടുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് തെറ്റായ സ്പെല്ലിംഗ് ആണ്. അടുത്തത് മൈൻ എന്നതാണ് ഇവിടെ ബോൾഡ് ചെയ്തിരിക്കുന്നത്. മൈൻ എന്നല്ല, ഇവിടെ മൈ എന്നാണ് വരിക. ഇതെല്ലാം തിരുത്തിക്കൊണ്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു പാരഗ്രാഫ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കി ഇതിൻ്റെ എറർ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ A, അതോടൊപ്പം തന്നെ B, C, D ആൻസറുകൾ നൽകിയിട്ടുണ്ട്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ കലാം ആൻഡ് സംസുദ്ദീൻ. ഇവിടെ കലാമും സംസുദ്ദീനും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. ആദ്യമായി തന്നെ കലാം, ദ ട്രെയിൻ ഡസൻറ്റ് സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം എനിമോർ, ഡസ് ഇറ്റ്? അപ്പോൾ സംസുദ്ദീൻ പറയുകയാണ്, നോ ഇറ്റ് ഡസൻറ്റ്. ദ വാർ ഹാസ് ചേഞ്ച്ഡ് മെനി തിങ്സ്. അപ്പോൾ കലാം എന്താണ് ചോദിക്കുക എന്നതാണ് ഇവിടെ ഡാഷായി നൽകിയിട്ടുള്ളത്. അപ്പോൾ കലാമിന് ചോദിക്കാം, വാട്ട് ഡു വി ഡു നൗ? ഇതാണ് എ ആൻസർ. അടുത്തത്, അപ്പോൾ സംസുദ്ദീൻ പറയുകയാണ്, ഐ ഹാവ് എ സൊല്യൂഷൻ. ദ ബണ്ടിൽസ് വിൽ ബി ടോസ്ഡ് ഇൻ ടു ദ പ്ലാറ്റ്ഫോം ആൻഡ് സംവൺ ഹാസ് ടു കളക്ട് ദം ക്വിക്ക്ലി ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം. അപ്പോൾ കലാം പറയുകയാണ്, ദാറ്റ് സൗണ്ട്സ് എക്സൈറ്റിംഗ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നതിന് ശേഷം ഇവിടെ ഇഫ് ക്ലോസ് എന്നത് കംപ്ലീറ്റ് ആക്കാനാണ്. ഇഫ് ക്ലോസിന് ശേഷം ഇവിടെ കുഡ് ഐ ഹെൽപ്പ് എന്നാണ് ചേർക്കേണ്ടത്. അതിനുശേഷം സംസുദ്ദീൻ പറയുകയാണ്, വണ്ടർഫുൾ, ഐ വിൽ ബി ഹാപ്പി ഇഫ് യു ടേക്ക് അപ്പ് ദ വർക്ക്. അപ്പോൾ കലാം, ഐ വാണ്ട് ടു ഹെൽപ്പ് അവർ ഫാമിലി ടു. സംസുദ്ദീൻ പറയുകയാണ്, ഗുഡ്, ബട്ട് യു ഹാഡ് ബെറ്റർ. യു ഹാഡ് ബെറ്റർ എന്നതിന് ശേഷം ഇവിടെ ഡാഷ് നൽകിയിരിക്കുകയാണ്. അവിടെ എഴുതേണ്ടതായിട്ടുള്ളത് ബി കെയർഫുൾ വൈൽ കളക്റ്റിംഗ് ദം എന്നതാണ്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇഫ് ക്ലോസ്, അതോടൊപ്പം തന്നെ യു ഹാഡ് ബെറ്റർ എന്നത് നിങ്ങളുടെ പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ഗ്രാമർ പാർട്ടാണ്. അതിനുശേഷം കലാം പറയുകയാണ്, താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് മീ. ഐ വിൽ ബി അറ്റ് ദ സ്റ്റേഷൻ ഓൺ ടൈം എവറി മോർണിംഗ്. ഇങ്ങനെയാണ് കലാമും സംസുദ്ദീനും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.